അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു പാപ്ടെക്കിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ഫോൺ അൺബോക്സിങ് ചെയ്യാനാണ്. ഫോണിൻ്റെ പേരാണ് സാംസങ് M31. ഈ ഫോണാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ ഫോണിൻ്റെ എല്ലാ സംഭവങ്ങളും നോക്കാം. ഇത് നമ്മൾ ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും അല്ല മേടിച്ചാൽ, നമ്മൾ ജസ്റ്റ് കടയിൽ പോയി ഷോപ്പ് ചെയ്ത് മേടിച്ചാണ്. അപ്പം നമ്മൾ ഇന്ന് ഇതാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ ഫുൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജസ്റ്റ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ബെൽ ബട്ടൺ ജസ്റ്റ് എനേബിൾ ചെയ്യുക. കാരണം നെക്സ്റ്റ് പോസ്റ്റ് ഇടുമ്പോൾ വീഡിയോ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാപ്ടെക്. നമ്മൾ അൺബോക്സിങ്ങിന് മുമ്പായിട്ട് ഈ ഫ്രണ്ടിലുള്ള എല്ലാ സംഭവങ്ങളും ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഗൈസ്, ഫ്രണ്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത് സാംസങ് ഗാലക്സി M31 ആണ്. പിന്നെ ഫോണിൻ്റെ ഒരു പിക്കും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സൈഡിലോട്ട് വരുവാണെങ്കിൽ സാംസങ് ഗാലക്സി M31 ആണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വരുവാണെങ്കിൽ അവർ കുറച്ച് ഡീറ്റെയിൽസും ബാർകോഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ മേളിൽ വരുവാണെങ്കിൽ പ്രൈസ് ഡീറ്റെയിൽസ് ആണ് കാണിച്ചേക്കുന്നത്. 20,000 റുപ്പീസാണ് കാണിച്ചേക്കുന്നത്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, മെയ്ഡ് ഇൻ ഇന്ത്യ. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ആണ് കാണിച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കി ഇവിടെ വരുവാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കളറ് കാണിക്കുന്നുണ്ട്. സ്റ്റോറേജ് വേരിയൻറ്റ് കാണിക്കുന്നുണ്ട്. കളറ് ഓഷ്യൻ ബ്ലൂ ആണ്. പിന്നെ സ്റ്റോറേജ് വേരിയൻറ്റ് 6GB 128GB ആണ് വേരിയൻറ്റ്. നമ്മളിത് ജസ്റ്റ് ഇനിയിപ്പം അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഗൈസ്, നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫോൺ അൺബോക്സ് ചെയ്തിരിക്കുന്നു. അപ്പം ആദ്യമേ തന്നെ നമുക്ക് ഫോൺ നമുക്ക് കാണാം. പിന്നെ ഇത് ഞങ്ങൾ ജസ്റ്റ് ഷോപ്പിൽ നിന്ന് മേടിച്ചുകൊണ്ട് തന്നെയാണ് അവരെല്ലാം ചെയ്ത് തന്നേക്കുക. അതുകൊണ്ട് പ്രത്യേകം ഇത് അൺബോക്സിങ് എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഫോൺ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമേ തന്നെ ഫോണിൻ്റെ അകത്ത് സിം പിന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സിം പിന്നകത്ത് കുറച്ച് മാനുവലും പിന്നെ അവർക്ക് വാറണ്ടി കാർഡും സംഭവങ്ങളും എല്ലാം തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ മേളിൽ കിട്ടിയ സിം പിന്നാണ്. അപ്പോൾ നമുക്ക് സിം എടുക്കാൻ പറ്റും. അപ്പോൾ സിം പിന്ന് നമുക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ പാക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഇതിനകത്ത് ഇവർ കുറച്ച് മാനുവലും ഈ ഫോണിൻ്റെ ഗൈഡും സംഭവങ്ങളൊക്കെ തരും. ഇതാണ് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. ഇതിൽ നമുക്ക് ഫോണിൻ്റെ എല്ലാ സംഭവങ്ങളും കാണിച്ചു തരുന്നുണ്ട്. ഇത് നമുക്ക് വായിച്ച് തീരുമ്പോഴത്തേന് കുറച്ച് സമയമെങ്കിലും എടുക്കുക. അതുകൊണ്ട് നമുക്കിത് മാറ്റി വെക്കാം. അടുത്ത ഇതെന്ന് വെച്ചാൽ ഇതെന്തുവാണെന്ന് എനിക്കറിയത്തില്ല. റീജിയണൽ ലോഗ് ഗൈഡാണ്. ഈ സംഭവം ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് വരുന്ന വാറണ്ടി കാർഡാണ്. ഇത് മെയിൻ ആവശ്യമാണ്. ഇത് നമുക്ക് ഇപ്പം ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ ഈ സംഭവം കൊണ്ട് കാണിച്ചാൽ മതി, അവർ ചെയ്തു തരും. ഇത് ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല. ഇതും നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പം ഈ പാക്കിനകത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല, കണ്ടാൽ നമുക്കറിയാം, വേറെ ഒന്നുമില്ല. നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ്, അടുത്ത് നമുക്ക് ഈ ബോക്സിനകത്തുള്ള എടുക്കാം. ഫോൺ നമുക്ക് തൽക്കാലത്തേന് മാറ്റി വെക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ ചാർജറാണ്. അപ്പം ഗൈസ്, നമ്മൾ ജസ്റ്റ് ചാർജർ വരുന്നത് ഫാസ്റ്റ് ചാർജർ അല്ല. അപ്പം നമുക്ക് ഇത് ചാർജറാണ്. നമുക്ക് ഹൈ വോൾട്ട് വരുന്ന ചാർജറാണ്. പിന്നെ അടുത്തായിട്ട് വരുന്നത് പിന്നെ കേബിളാണ്. മാക്സിമം ഹൈറ്റ് കുഴപ്പമില്ല, നല്ല നീളമുള്ള കുറച്ച് നല്ല ചാർജർ വരുന്നുണ്ട്. പോർട്ടബിൾ ചാർജറാണ്. പിന്നെ നമുക്കൊന്നും പാക്കിൽ കാണിക്കുന്നില്ല. ഈ ഒരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ബോക്സാണ്. അപ്പം ഇത് നമുക്ക് വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഫോണിൻ്റെ ഫീച്ചർ നോക്കാം. നമ്മൾ ഫോൺ ഓണാക്കാൻ പോവുകയാണ്.
ഗൈസ് ഇപ്പോൾ ഓണം ഫോൺ ഗൈസ് ഫോൺ ഓണായി. സാംസങ് ഗാലക്സി M31 പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നാണ് എഴുതി കാണിക്കുന്നത്. നമുക്ക് ഫോൺ ഓണായി കുറച്ച് ബൂട്ടൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും കുറച്ച് സമയം എടുക്കും. അതുവരെ ജസ്റ്റ് ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യാമോ. 1 2 3. അപ്പോൾ ഗൈസ് നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തെല്ലാം കഴിഞ്ഞു. ലോക്ക് സ്ക്രീനാണ്, ഞാൻ ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ലോക്ക് നിങ്ങളെ കാണിക്കൂലേ? അപ്പോൾ ഞാൻ 10 ഓക്കെ. ആദ്യം ഫോൺ സ്റ്റാർട്ടിങ് എന്നാണ് പറഞ്ഞ് വരിക. ഓക്കെ ഗൈസ്, അപ്പം ഫോൺ ഫുൾ ഓൺ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മേടിക്കുമ്പം തന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അപ്ഡേറ്റ് ചെയ്താൽ മതി. പിന്നെ അത് കഴിയുമ്പം ഓണാക്കിയപ്പം തന്നെ നമുക്കൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം എല്ലാ സംഭവങ്ങളും ഫോൺ ഇൻസ്റ്റാൾ ചെയ്യേണ്ട, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്കിത് എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്യാമറയിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പം ഗൈസ് നമുക്ക് ആദ്യം ക്യാമറ എടുത്ത് നോക്കാം. ഗൈസ് ക്യാമറയിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ക്യാമറയിൽ വരുന്ന സിംഗിൾ ടേക്ക് ഫോട്ടോ ഉണ്ട്. ഈ സിംഗിൾ ടേക്ക് ഫോട്ടോയുടെ ഗുണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രാവലിങ്ങോ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് എടുക്കാം. ഇത് മെയിനായിട്ട് വ്ളോഗ് ഫോണാണ്. പിന്നെ ഇത് വീഡിയോയിൽ നമുക്ക് കാണാം സ്റ്റെബിലിറ്റി മോഡ് ഉണ്ട്. ഇതാണ് സ്റ്റെബിലിറ്റി മോഡ് ഓണാക്കി വെച്ചാൽ നമുക്ക് ഇപ്പം നമ്മൾ ഫോൺ എത്ര ഷേക്ക് ചെയ്താലും വീഡിയോയിൽ വരുന്നത് സ്റ്റിൽ മൂഡായിട്ടാണ് വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി മോർ ഫീച്ചറിൽ പോവുകയാണെങ്കിൽ തന്നെ സൂപ്പർ സ്ലോ മോഷൻ ഉണ്ട്, ഹൈപ്പർ ലാപ്സ് ഉണ്ട്. പിന്നെ അത് കഴിയുമ്പം ലൈവ് ഫോക്കസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മാക്രോ ഉണ്ട്. അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഞാൻ ഇതിനകത്തു നിന്ന് 2 ഫോട്ടോസ് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് 2.3 GHz ഒക്ടാ കോറാണ് വരുന്നത്. പിന്നെ മെയിൻ പ്രൊസസ്സറായിട്ട് വരുന്ന പ്രൊസസ്സർ മേക്ക് ചെയ്തേക്കുന്ന ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫുൾ ഫോൺസിന് വരുന്ന Exynos ആണ്. Exynos 9611 ആണ് വരുന്നത് പ്രൊസസ്സർ. പിന്നെ നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നത് 6GB റാമും പിന്നെ 120 GB വേരിയൻ്റാണ് ഇതിന് വരുന്നത്. ബാറ്ററി വരുന്നത് തന്നെ mAh വരുന്നത് 6000 mAh ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പം കുറേ നേരം നമുക്കിരുന്ന് കളിക്കാം. അതാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷനായിട്ട് വരുന്നത്. ഇതിൻ്റെ ബാക്കി റിവ്യൂവും കാര്യങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഈ ഫോൺ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. ഏകദേശം 20,000 റുപ്പീസാണ് ഇതിന് വരുന്നുള്ളത്. അപ്പം നിങ്ങൾക്കിത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം നിങ്ങൾ എത്രയും വേഗം ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നിടം വരെ ഗുഡ് ബൈ, പാക് ടെക്.